സ്ഥലത്തെത്തി വണ്ടി പാർക്കിങ്ങിലെത്തിയിട്ട് അങ്ങോട്ടൊരു നടന്നു പോണം. വലിയ കൊക്കയാണ് കൊള്ളാം കേട്ടാ. അടിപൊളി വഴി, അടിപൊളി സ്ഥലം. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിൽ സ്വാഗതം പറയുന്നത് 12 മണിയായി. നമ്മൾ രാവിലെ 12 മണിയാണ്. ഒന്നും കഴിച്ചില്ല, ചായ പോലും കുടിച്ചില്ല. തേനിട്ട ചായ, ഇവിടെ പഞ്ചസാരൊന്നും ഇല്ല. അപ്പോൾ അച്ഛൻ്റെ വീട്ടിലുള്ളത്, അച്ഛൻ്റെ റൂമിലാണുള്ളത്. അച്ഛൻ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അത് കൊടുക്കാം. അച്ചുക്ക ഹായ് പറയൂ. നമ്മളെ രാവിലെ ആയത് കേട്ടോ. 12 മണി, ഇതാ 12:10. ഇനി ചോറ് കഴിക്കാൻ തോന്നല്ലേ? വിശക്കുന്നുണ്ട് സത്യമായിട്ടു. ചുറ്റും നമുക്ക് നേരെ എവിടത്തേക്ക് പോന്നെ? ഹോട്ടലിലേക്ക്. ഇതാണ് അച്ചുവിന്റെ വീട്. ഇവിടെയാണ്. ഇതൊരു VIP ഏരിയ ആണല്ലോ അച്ചു. മൊത്തം എംബസിയല്ലേ ഉള്ളു അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ കയറണ്ടെങ്കിൽ പോലീസ് സെക്യൂരിറ്റി എല്ലാം ഉണ്ട് കേട്ടാ. VIP ഏരിയ. അടിപൊളി സ്ഥലം. കുറെ വീടുകളുണ്ട്. രാത്രി ഒന്നും കണ്ടിട്ടില്ല. ഇഷ്ടംപോലെ 5-8 കിലോമീറ്റർ ചുറ്റി. അതെയാ, ഫുള്ള് ഒരേപോലത്തെ വീടുകളാണോ നല്ല? പിന്നെ ചിലർ സ്വന്തം ഈ സ്ഥലത്തിന്റെ പേരെന്താണ് പറഞ്ഞത്? ഡിപ്ലോമാറ്റിക് കോർട്ട്. ഡിപ്ലോമാറ്റിക് കോർട്ട്. കോർട്ടർ. കോട്ടേഴ്സ്. ആ എടാ, ഇതിൻ്റെ ഉള്ളിൽ നല്ല പാർക്ക് ഉണ്ടല്ലോടാ. അടിപൊളി. ചെക്കിങ് ചെയ്തിട്ടേ കയറൂലേ? പോകുമ്പോ പിന്നെ ചെക്കിങ് ഉണ്ടാവില്ല അല്ലേ? മുടക്കല്ലേ, മുടക്കിന്റെ ടൈമിൽ ഒരു ഇങ്ങനെ ബ്ലോക്ക് വെച്ചു. എന്നിട്ട് ഒരു എക്സിറ്റ് മാത്രം തുറക്കും. ഓ, എന്ത് മുടക്ക്? ഇപ്പൊ ഇതിന്റെ അകത്ത് ലുലുണ്ടല്ലോ. അങ്ങനെ റിയാദിന്റെ ടൗണിലൂടെ എങ്ങനെ പോക്കുന്നത്? ഇതേന്നാണോ ഹോട്ടല്? ഹോട്ടലേത്? ഹോട്ടലാണല്ല. കൊട്ടാരാ? അതെയാ. അപ്പൊ ഞാനും അച്ചുവും കൂടി നമ്മൾ ഇന്നലെ രാത്രി വന്ന സ്ഥലത്തെത്തി. എന്റെ വണ്ടി ഒറ്റക്ക് കിടക്കുന്നാടാ. ആടാ, അതിന്റെ അടുത്തോട്ടേക്ക് ഇറങ്ങി ഒരു കൂട്ടിന്. നമ്മളെ വണ്ടി ഇവിടെ വെച്ചിട്ടാ പോയിന്. വണ്ടിയിലൊന്നും ഉണ്ടാവാ? എല്ലാം പോയിട്ടുണ്ടാവാ? ഇല്ലല്ലേ? ഹോട്ടലതാ. ഇന്നലെ ഞാൻ വരുമ്പോ വാങ്ങിച്ചിട്ട ഐസ് ഇപ്പോ ഉണ്ട് കേട്ടോ. ഐസ് ഇപ്പോ ഇതാ അലിഞ്ഞൊന്നും ആയില്ല. തണുത്ത വെള്ളം അങ്ങനെ നിൽക്കട്ടെ. വണ്ടിക്കുള്ള ഐസും കൂടി വാങ്ങിച്ചിടാം. ഐസിന് ചെറിയ പൈസയുള്ളൂ കേട്ടോ, 4 റുപ്യ. അപ്പൊ നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്. അച്ചു എന്താ വാങ്ങിച്ചത്? ഇതെന്താ സാധനം? അത് കോയി. ചായ കുടിച്ചിട്ടില്ല, കത്തലടക്കിയിട്ടില്ല, ചോറാണ് കേട്ടാ. എടാ, അതിന് സാധനം എന്നാണ്? പേരെന്നാണ്? പേര് പറയില്ലേ? ഷവായ ചിക്കൻ. ഒന്നെ ഉണ്ടല്ലോ. ഇത് ഹാഫാണ് കുഴപ്പമില്ല. ഞാൻ ചിക്കൻ ബിരിയാണി. വലിയ പപ്പടല്ലടാ. അച്ചു ഗ്ലാസ് എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞു. ഞാൻ അച്ചുവിനോട് ഒരു പൊട്ട ഗ്ലാസ് കൊടുത്തിട്ട് ഞാൻ ഇത് ആപ്പൂപ്പിയൊന്നല്ല, സാധനാണ്. ഏത് വേണ്ടിക്കലും എടുത്തോ. ആ, അപ്പൊ നമ്മ പോവാ. അപ്പൊ ഞാനും അച്ചും കൂടി ഇന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എടാ, എഡ്ജ് ഓഫ് ദി വേൾഡ്.
എഡ്ജ് ഓഫ് ദി വേൾഡിലേക്ക്. അന്നേരം ഞാൻ അച്ഛൻ കൂടി ഏകദേശം ഇവിടുന്ന് 100 കിലോമീറ്റർ അപ്പുറമുള്ള എഡ്ജ് ഓഫ് ദി വേൾഡിലേക്കാണ് പോകുന്നത്. നല്ല ചൂടുണ്ടാവും. ഓഫ് റോഡ് വണ്ടി അകത്തേക്ക് പോകും. നോക്കാം നമുക്ക്. അങ്ങോട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല, അച്ഛനും പോയില്ല. പോയി നോക്കാം. ഞാൻ ഈ ഏരിയ വിട്ടിട്ട് ഞാൻ പുറത്തു പോയില്ല. ഇങ്ങനെ ഒരു ചെരിഞ്ഞ് കിടക്കണ മാരത്തെ മലയുണ്ട്. ഇതിനെ കൊണ്ടുപോയിട്ട് ലേക്കിലൊക്കെ വെച്ചിട്ട് പല സ്ഥലത്തായിട്ട് രാത്രി കാണാനായിട്ട് നല്ല രസമാണ്. നല്ല രസമാണ് രാത്രി കാണാനായിട്ട്. ഇതേമാരത്തേക്ക് ഖത്തറിലാണ് പൊളിച്ചതിനല്ലേ ഗുഹയൊക്കെ ഉണ്ട്. നോക്കിക്കേ വേറൊരു ഇത് കണ്ടിട്ടുള്ള ഒരു വലിയ ഗുഹാന്റെ ഇത് കേവ് വെള്ളമുണ്ട് അതിന്. അതിന് പോയി കുളിക്കുന്ന സൗദിയിൽ അങ്ങനത്തെ കുറെ സ്ഥലങ്ങൾ ഇനി ആൾക്കാരുടെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്താത്ത എത്രയോ സ്ഥലങ്ങൾ സൗദിയിലുണ്ട്. പിന്നല്ലാണ്ട് സൗദിയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുറെ ഉണ്ട്. പക്ഷെ നമ്മത് പക്ഷെ ഒന്നാമത്തെ കാര്യം തന്നെ നല്ല ട്രാവലിംഗ് ഉണ്ട്. മക്കളെ, അപ്പൊ നമ്മള് എഡ്ജ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞ് ഏടി ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. നീ ലൊക്കേഷൻ വെച്ച് മാറിയാടാ? ലൊക്കേഷൻ വെച്ച് മാറി. എടാ ഇനിയും പോണം തോന്നുന്നു. ഇതിലൂടെ വളഞ്ഞിട്ട് അങ്ങനെ പോണോ? ഇതിലൂടെ ഓഫ് റോഡ് അങ്ങനെ ഉണ്ട്. ഇതേടെ എത്തിയത്? ഇതെന്താ സംഭവം? ഡാം ഇതിന് ഇവിടെ എന്തോ വീടുണ്ട്. ലേക്കാ നീന്തറെന്നെല്ലാം പറഞ്ഞത്. ഏതോ ഒരു കാട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളടാ. ഒരു മനുഷ്യനില്ലാത്ത കാട്ടില്. ഇതെന്നാ സംഭവം? അപ്പൊ നമ്മൾ വന്നത് കറക്റ്റാണ്. പക്ഷെ എങ്കിൽ ഈ ഡാമിലെല്ലാം എത്തേണ്ടത് വേണ്ട. ഈ ഡാമിന്റെ സൈഡൂട്ട് എങ്ങനെ ഇനി ഓഫ് റോഡാണ് ഫുള്ള്. ഇനി മലേന്റെ മുകളിൽ കയറി 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 കുന്ന് കയറി 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 പോകണം. അതാണ് ഇത്ര കിലോമീറ്റർ കാണിക്കുന്നത്. 23 കിലോമീറ്ററിന് 1 മണിക്കൂർ കാണിക്കുന്നുണ്ട്. നേരെ എന്തായാലും നമ്മൾ ആ ഡാമിന്റെ ആ സൈഡ് കൂട്ടിയാണെന്നൊന്നും പോകേണ്ടത്. പോവുക. രണ്ടാളും അറിയാത്ത മണ്ടന്മാരാണ്. പോയി നോക്കാം. ഇത് മണ്ടം വഴിയല്ല, എല്ലാ സ്ഥലം എത്തും. ആട് ഇത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ? പണിക്കാറുണ്ടാവും, അറബികളുണ്ടാവില്ല. അപ്പൊ ഞാനും അച്ഛനും കൂടി എഡ്ജ് ഓഫ് ദ വേൾഡിലേക്ക് പോകുന്ന വഴിയാണ്. നോക്കിയാ ഫുള്ള് വാദിയാണ് കേട്ടോ. വാദി ഇങ്ങനെ വെള്ളം പോകുന്ന സ്ഥലം. വെട്ടിട്ടൊന്നുമില്ല അച്ഛൻ, വെട്ടിട്ടൊന്നുമില്ല. ഒരു താക്ക് 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 ഗ്ലാസ് ആക്ക്. നല്ല കാറ്റുണ്ട് പുറത്തിട്ടാ. അതുകൊണ്ട് ഒരു സമാധാനം. നല്ല കാറ്റുണ്ട്. ഫുള്ളും മരുഭൂമിയാണ് കേട്ടോ. ഒരു മനുഷ്യരില്ല. ഞാനും അച്ഛൻ മാത്രമേ ഉള്ളൂ. ഞാനും അച്ഛനും കുറച്ച് വെള്ളം. എടാ വെള്ളം പൊത്തിന്. അതിന്റെ മുകളിൽ തന്നെ എടുത്തു നോക്ക്. ആ വെള്ളം കുപ്പി എടുത്ത് മട്ടൈമിന് ഇടാൻ പറ്റല്ലേ? ചെറിയ കൊക്ക. പഠിച്ചവനെല്ലാവർക്കും ഓരോരോ ഭ്രാന്ത് കൊടുക്കും ജീവിതത്തിൽ. ഇവന് കിട്ടിയ ഭ്രാന്ത് വേറൊരാൾക്കില്ല. എന്നെയും പെടുത്തി. ചെറിയ വണ്ടിയായിട്ട് അവരവിടെ കേൾക്കണം. അതല്ല നോക്കണേ. ഫിലിപ്പീൻസ് റെന്റിനെടുത്ത വണ്ടിയാന്നല്ലേ? ഫിലിപ്പീൻസ് അല്ലേ? ഇതെല്ലാം ഇങ്ങനെ പോകുമാര് ഇത് എടുത്തിട്ട്. എന്താ നമ്മളതിലൂടെ പോവാ? ഇത് നമ്മക്ക് തന്നെ പോകാൻ കഴിയില്ലല്ലോ അറബേ. നമുക്ക് ഇതിലോട്ട് കയറാം. അവരെടുത്തിട്ട് എടുത്ത് പൊന്തിച്ച് വെക്കേണ്ടി വരും അവരെ വണ്ടി.
തീർച്ചയായിട്ടും ഇതിൽ കൂടി പോവില്ല. ഒരു വന്നിട്ട് വന്ന വഴി മാറിപ്പോയേക്കാണ്. അണക്കൊന്ന് ഇതിലൂടെ വേറെ റൂട്ടുണ്ട് തോന്നുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടി. അപ്പൊ നമ്മള് പോകുന്ന വഴിയാണ് ടൈലിന്റെ പോകേണ്ടത്. പുഴ വഴി കാണുന്നുണ്ട്. പോകുന്ന വഴിക്ക് വണ്ടിക്ക് ഒന്ന് റെസ്റ്റ് കൊടുത്തിരിക്കും. നമുക്ക് ഈടെ വെള്ളം ഒലിച്ചു പോയ അടയാളം നോക്കണം. ഓ, വെള്ളം പോകുന്ന സമയത്ത് നല്ല ഇതുണ്ടാവട്ടെ. എടാ ആടെ ഒരു മടയിലുണ്ട്. ആടെ പാമ്പുണ്ടാവും കേട്ടോ, ഉറപ്പാണ്. ആടാ തണുത്തത് ആടാരും മട ഉണ്ടാവും. അതുണ്ടാവും. ഇവിടെ നല്ല വെള്ളം പോകുന്ന സ്ഥലമാണ് കേട്ടാ. വെറുതെ അല്ല ആടെ ഡാമാക്കിനി. അപ്പം നമ്മളെ സ്ഥലത്തെത്തി. വണ്ടി പാർക്കിങ്ങിലെത്തിയിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോകണം. നോക്ക് ആൾക്കാരെല്ലാം നടന്നു വരുന്ന നോക്ക്. അങ്ങനെ നടന്നു പോകണം കേട്ടോ. വെയിലായിട്ട് കാണുന്നില്ല. വണ്ടി ഇവിടെ വെച്ച് എന്തോ ഇതന്നെ ഒരു എന്താണ് കാട്ടിലും പോയാ നോക്കവാ. അപ്പോൾ ഞാനും അച്ഛനും കൂടി അങ്ങനെ എഡ്ജ് ഓഫ് ദി വേൾഡ് എത്തി. അച്ചുകൂടി ഇരിക്കാന്നാ പറയുന്നത്. ഞാൻ കൂട്ടി കൊണ്ടുപോകുന്നത് നമ്മളതിന് നടന്ന് അങ്ങനെ പോകണം. അവിടെ പോലീസുകാരുണ്ട്. അതുകൊണ്ട് വണ്ടി ഇടം വരെ വരും. ഇവിടെ ചെറിയ വണ്ടിയിലും വന്നിട്ട് നിസാൻ സണ്ണിയിലും വന്നിട്ട് ഇതെല്ലാം എങ്ങനെ കൊണ്ടുവന്നിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. റബ്ബേ, നമ്മളെന്നെ എങ്ങനെയാ വന്നത്? അപ്പോൾ ആ വണ്ടി അങ്ങ് അവിടെ വെച്ചിട്ട് നടന്ന് വരത്താട്ടാ. ഭയങ്കര കുന്നും മലയാണ്. അച്ഛ കൊതക്കുന്ന സൗണ്ട് ഞാനിങ്ങ് കേൾക്കുന്നിങ്ങനെ. ഹൊയ് 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 ഹൊയ്. അവിടെ എത്തണം അയച്ചില്. ഇവിടെയെല്ലാം വലിയ കൊക്കയാണ് കേട്ടോ. അങ്ങനെ ലേറ്റ് വെളിച്ചായോണ്ട് ഇങ്ങോട്ടാണ് ഇങ്ങനെയാണ് വീഡിയോയിൽ ശരിക്കും കാണുന്നത്. ഹൈറ്റില്ല. ആടെ എത്തണ്ടു ഒരു 2 അത് ഫൈനൽ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തണ്ടേ? വാ ഓർമ്മ. പറഞ്ഞ ആ സൈഡ് കണ്ടിട്ടാണ് കേട്ടാ സംഭവം. ഇതാ അച്ചോ, എന്റെ പൊന്നു. എടാ അതിന്റെ മുകളിലാ പോണ്ടവാ. മൈ ഗോഡ്, അവിടെയാണ്. അവിടെ കുറെ ആൾക്കാരുണ്ട്. അതാണ് മെയിൻ സ്ഥലം കേട്ടാ. അതൊരു രക്ഷയില്ലാത്ത സംഭവമാണ് കേട്ടാ. ലാസ്റ്റ് എൻ്റെ ഒരു ഇതൊന്നും സേഫ്റ്റി ഒന്നും ഇല്ല കേട്ടാ. ആടാ നല്ല കാറ്റുണ്ട്. വെള്ളം കൂട്ടി പോകുമ്പോൾ നോക്കണം. വാ വലാളം വാ. നമ്മളങ്ങനെ ഇത്ര ഓടി വന്നതിന് ഞാൻ വിചാരിച്ചു ഇത്രേ ഉള്ളൂ കാഴ്ച വന്നത്. ഇപ്പം അല്ലേ ഇവിടെ വന്നേരല്ലേ തിരിയുന്ന കാഴ്ചയുണ്ട്. ഇതിനെ മുകളിൽ കയറിയാവട്ടെ. അച്ഛ കയറി വരുന്നുണ്ട്. അയ്യോ, നല്ല നല്ല ഉഷാറുണ്ട് വാ. നല്ലതല്ലോ. വല്ല നൈക്കിന്റെ ഷൂ എല്ലാം എടുത്ത്. നൈക്കല്ല ഡാസിന്റെ ഷൂ എല്ലാം എടുത്തിട്ട് 5-6 വർഷമാടാ. നേരെ മനസ്സിലായി. അതിലൂടെ പോയി. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. പക്ഷെ മഴക്കാലത്ത് വരണം ഇവിടെ. ആ വെള്ളവും ഇതെല്ലാം കാണണ്ടെങ്കിൽ അങ്ങത്തോളം ഉണ്ട് കേട്ടോ. അങ്ങത്തോളം ഉണ്ട് അതിൻ്റെ. അതാണ് മെയിൻ എന്നാന്ന് പറയാ സാധനം. അതാണ് എന്താ തണലിടാ സെറ്റപ്പ്. ഓക്കെ, അങ്ങത്തോളം പോകാനുണ്ട്. നടന്നാൽ പറ്റി. താല് വലിയ പൊക്കാട്ടാ. അച്ചുവാടിയുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് അടുത്ത് പോകേണ്ടത്.
അച്ചുവിനെ അങ്ങനെ ഞാൻ ഇവിടെ എത്തിച്ചു. എനിക്ക് കുറച്ചും കൂടി എല്ലാം മലയാളീസ് അല്ല അതെല്ലാം മലയാളീസ് ഉണ്ട്. അതെല്ലാം മലയാളീസ് കുറെ മലയാളീസ് ഇല്ല. അവരാണ് ചോദിച്ചത് നീ എല്ലാം അവിടെ പറഞ്ഞു എനിക്ക് ഭ്രാന്താണെന്ന്. എവിടെയൊക്കെ ഉണ്ടായിരുന്നു ആടെയാ. ഓ മൈ ഗോഡ്. അപ്പോൾ നമ്മൾ കയറി അങ്ങനെ വന്നിട്ടാ വന്ന് എടാ നമ്മൾ ഇറങ്ങി വന്ന കുന്നു നോക്ക് നീ. അത് കയറണ്ടോ? ഇവിടെ തന്നെ ടെൻ്റായിട്ട് താമസിക്കേണ്ടി വരും. എടാ ഇത്ര വലിയ ഇറങ്ങിയ അവള് ഇടുന്ന് ശ്രദ്ധിക്കുക നോക്ക്. ഇതാ ഇടക്ക് പൊട്ടി കഴിഞ്ഞാൽ അങ്ങ് താലേക്കാണ് വലിയ പാതാളാണ് ഇത്. നോക്കിയേ എൻ്റെ പൊന്നെ. വെള്ളം എടുക്ക്. ഒരു 2 വെള്ളം എടുത്തോ. ഞാൻ ഇങ്ങനെയാണെങ്കിൽ 5-6 വെള്ളം എടുത്തു നോക്കണേനു. വെള്ളം കുറഞ്ഞു പോയാ. എന്താ കാറ്റ്, ഒരു രക്ഷയില്ല കേട്ടാ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇതിൻ്റെ അടിയിൽ താഴത്തിൻ്റെ ഇത് അറിയാത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അടിയിൽ താഴെ അറിയാണ്ട് കപ്സലിനറിയാം ആടെയുണ്ട്. ഇതിൻ്റെ അടിയിൽ എത്ര ആഴുണ്ട് എന്നുള്ളത് നോക്കിയാൽ. എൻ്റെ അമ്പോ ഇവിടെയെല്ലാം അങ്ങോട്ടുള്ള ആൾക്കാർ പോയിട്ടുണ്ട് കേട്ടോ. കുറേ ഭയങ്കര കുറച്ച് ഡേഞ്ചറാണ് ഇവിടെ. എന്നാന്ന് പറയാ ഒരു സേഫ്റ്റി. ഇതാ അതിൻ്റെ മുകളിൽ അളക്കണ്ട, അതിൻ്റെ മുകളിൽ അളക്കണ്ട. അങ്ങനെ നമ്മൾ ഇറങ്ങി വന്നിനി. ആ കുന്ന് ഇറങ്ങി വന്നതാ. ഒരു രക്ഷയില്ലല്ലോ. ഭയങ്കര രസമുള്ളൊരു സ്ഥലം. എന്താ പറയുക, ഒരു വ്യത്യസ്തമായിട്ടുള്ള. നമ്മളിപ്പോൾ മുംബൈയിൽ കുറേ ട്രക്കിങ് ചെയ്തിട്ടുണ്ട്. ഇതിലും മുകളിൽ ട്രക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അവിടുന്ന് ഇവിടെ വ്യത്യസ്തമായി കാണിക്കുന്നത് ഇങ്ങനെ മരവും അതും ഇതൊന്നും ഇല്ലാണ്ട് നല്ല ഇതായിട്ടുള്ള ഒരു കുറേ കട്ടിങ് ലെയർ ആയിട്ടുള്ള ഒരു ഇതുവെല്ലാം ഉള്ള. എന്തായാലും അടിപൊളി. അണക്കൊന്ന് എടുത്തത് വലിയ സേഫ്റ്റി ഇല്ലാത്ത മണ്ണും കല്ലും എല്ലാണെന്ന് തോന്നുന്നു. കുറേ ഇടിഞ്ഞു വീണിട്ടുണ്ട്, പൊടി പോയിട്ടുണ്ട്. അല്ലോ കാറ്റിന് ഭയങ്കര സംഭവം കേട്ടാ. തൊപ്പി പോയാൽ ഒന്നും രക്ഷയില്ലേ. ഒന്നും പറയാനല്ല. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ആടന്നാണ് കാണുന്നത് കേട്ടോ. ആടന്ന് കാണുമ്പോൾ ഭയങ്കര സംഭവമാണ് ഇതൊരു മറ്റേ എന്താ പറയുക, കുത്തബ്മിനാറെല്ലാം പോലെ നിന്നിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്. ഇത് ചുറ്റും മണ്ണില്ല. ചുറ്റുഭാഗം ഇങ്ങനെ റൗണ്ടായിട്ടാണ് ഉള്ളത്. ഫുള്ള് മണ്ണ് ഇതായിട്ട്. ഇതിൻ്റെ മുകളിൽ കയറി ഇപ്പം നിൽക്കുമ്പോൾ നല്ല വലിയ ഇതായിട്ട് തോന്നുന്നില്ല. ആടുന്ന് അടിപൊളിയായിട്ട് കാണുന്നു. ആടുന്നൊന്നും ഇത് കളിക്കല്ല, പൊട്ടത്തരം കളിക്കല്ല. ഇങ്ങോട്ട് വാ. ഇതെല്ലാം വലിയ കൊക്കയാണ് കേട്ടോ. പൊടി കല്ലാണ് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഒന്നും പിന്നെ അന്വേഷിക്കാനൊന്നും വരണ്ട. അവിടെ പോലീസ് വണ്ടി ഉണ്ട് കേട്ടോ. അവിടെ മുകളിലും പോലീസ് വണ്ടിയുണ്ട്, എല്ലായിടത്തും പോലീസ് വണ്ടിയുണ്ട്. ഇത് വേറൊരു ഏരിയ ആണ്. ഇവിടത്തേക്ക് വരാൻ വേണ്ടി, ഇവിടെയെല്ലാം വണ്ടി വരാൻ വേണ്ടി വേറൊരു ഏരിയ ആണ്ടാ. നമ്മളെ വണ്ടി അങ്ങ് ടോപ്പിലാണ് വെച്ചിട്ടുള്ളത്. വേറൊരു റൂട്ട്, ഇത് വേറൊരു റൂട്ട്. നെറ്റ് കിട്ടുന്നുണ്ടോ? നെറ്റ് ഇപ്പം കിട്ടുന്നുണ്ടോ? എന്തിലൂടെ പോണ്ട. അതാ നമ്മളിപ്പം കയറിപ്പോയ അതിൻ്റെ ടോപ്പിൽ. കാരണം അതിങ്ങനെ അതിൻ്റെ അടിഭാഗമില്ലേ ഫുള്ള് ചെറിയ ആയിട്ട് പോയിരുന്നു. ആടെ മുകളിലാണ് വലിയ ഭാഗം. അത് ശരിക്കും അതിൻ്റെ മുകളിൽ കയറിയാലൊന്നും തിരിയുന്നില്ല. പക്ഷെ പുറത്തുനിന്ന് ദൂരത്തുനിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഇത് കണ്ടാൽ ഭയങ്കര ഡേഞ്ചർ. മുകളിലോട്ട് നോക്കാണ്ട് കയറണം അച്ചു. മുകളിലോട്ട് നോക്കരുത്. നാല് നോക്കിയിട്ട് ഇങ്ങനെ നടന്ന് കയറി. സിമ്പിളായിട്ട് കയറൂ. അതിൽ ഞാൻ പഠിപ്പിച്ചായിരുന്ന. ടോപ്പിൽ നമ്മൾ നോക്കിയാൽ നമ്മളെ മനസ്സില്ലേ ഇതായിപ്പോ. കൊള്ളാം കേട്ടാ. അടിപൊളി വഴി, അടിപൊളി സ്ഥലം. കാറ്റുള്ളതുകൊണ്ട് മാത്രം മിന്നിച്ച് പോന്ന്. ഇല്ലെങ്കിൽ ചൂടും കൂടി ഉണ്ടെങ്കിലേ അച്ഛൻ്റെ തീരുമാനം ഉണ്ടാവും. അപ്പം ഞാനും അച്ഛനും കൂടി തിരിച്ചു പോവുകയാണ്. അച്ചോ എൻജോയ് ഓഫ് കോഴ്സ്.
ഇങ്ങോളം റോഡുണ്ട്, വണ്ടി വരാൻ വേണ്ടിയിട്ട് പോലീസുകാർ വരാൻ വിടുന്നില്ല, അവിടെ ക്ലോസ് ആക്കിയിട്ട്. ആൾക്കാരെല്ലാം വരുന്നുണ്ട് കേട്ടാ. ചാക്കിൽ വെള്ളമെല്ലാം എടുത്തിട്ട് ഓനിക്ക് പോകാൻ ബുദ്ധിയുള്ളവനാ, ഓനിക്കറിയാം. എന്നാലും നമ്മൾ ഇത്ര വെള്ളം എടുത്തത് നന്നായി അച്ചു, ഇല്ലെങ്കിലില്ലേ നല്ല പണിയിട്ട്. കറുപ്പാ, അതെ അങ്ങനെയുണ്ടാ. ഓക്കെ അച്ചു, ഒരു ട്രക്കിങ് കൂടി അല്ല ഒന്നും കൂടി പോകാം നമ്മള്. കുറേ ആൾക്കാരുണ്ട് കേട്ടാ. അച്ഛൻ നമ്മൾ തിരിച്ചെത്തി, ഒരു സന്തോഷല്ലേ ഇവിടെ എത്തുമ്പോ. എത്താത്ത മാതിരി ഒന്നുമില്ല. വണ്ടികൾ കൂടി, വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാർ കൂടി. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ വണ്ടീൻ്റെ അടുത്തെത്തി. എല്ലാവരും കുറേ വണ്ടികൾ എത്തിയേട്ടാ. നമ്മൾ വണ്ടി നോക്കുമ്പോൾ ആകെ 1-2 വണ്ടിയല്ലേ ഉള്ളൂ, 3 വണ്ടികളാ. അതെ 3-4 വണ്ടികളെ ഉണ്ടായില്ല. ഇപ്പം കുറേ വണ്ടികൾ എത്തിയിട്ടുണ്ട്. ബസ് എല്ലാം വന്നിട്ടാ. നമ്മൾ തിരിച്ച് വിടുകയാണ് കേട്ടാ. നമ്മളെ വണ്ടി എവിടെയുണ്ട്. അയ്യോ അപ്പം തളർന്നു. ഞാൻ വെച്ചൊരു ബാർബിക്ക ഓടിക്കട്ടെ. ഇത് ബാർബിക്ക തന്നെ അല്ല അച്ചു? എടാ നമുക്ക് തിരിക്കാൻ പറ്റുന്നില്ല. ടിഷ്യൂ ഇടയിൽ നമ്മളെ യാത്രേൻ്റെ എല്ലാ അഭിപ്രായങ്ങളും എല്ലാവരും അറിയിക്കുക. ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്താം. ഇത് ഭയങ്കര ലെങ്ത് കൂടിപ്പോവും. ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ.